ഹലോ ഗൈസ്, അപ്പോൾ PVC ഷീറ്റ് കൊണ്ട് ചെയ്ത ഒരു TV യൂണിറ്റിൻ്റെ വർക്കാട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ പൂജാ റൂമിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിളക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്താണ് TV യൂണിറ്റിൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് മൊത്തം PVC ഷീറ്റാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ വാൾ പാനലും യൂസ് ചെയ്തിട്ടുണ്ട്. താഴത്ത് ബോക്സും TVയുടെ ബാക്ക്ഗ്രൗണ്ടും മാത്രമാണ് വൈറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വുഡിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അലുമിനിയം വരുന്നത് വുഡിൻ്റെ ഡിസൈൻ വരുന്ന പ്രിൻ്റ് അലുമിനിയം ആണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി പ്ലെയിൻ വൈറ്റ് ആണ് വരുന്നത്. ഇതൊക്കെ വൈറ്റ് ഷീറ്റാണ് കേട്ടോ വരുന്നത്. ഇത് PVC ഷീറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രെയിം വരുന്നത് അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. പ്ലേറ്റൊക്കെ ഇടുമ്പോൾ ഈ വൈബാണ് ശരിക്കും വരുന്നത്. സാധാരണ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറെയും സെറ്റാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ എന്താ പറയുക, അവിടെ ഒരു പൂജ റൂമിൻ്റെ വന്നുകൊണ്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. ഒരു സെറ്റ് ബോക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളും ഇവിടെ ഇട്ടിട്ടുണ്ട്. കേബിളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉള്ളിൽ പവറിൻ്റെ പ്ലഗൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് TVക്കുള്ള കണക്ഷൻ താഴേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് ബാക്ക് പ്ലൈവുഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ PVC ഷീറ്റ് വെച്ച് ഫ്രെയിം അടിച്ചിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് TVൻ്റെ സ്റ്റാൻഡൊക്കെ വയ്ക്കാൻ സ്ക്രൂ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനെ കുറച്ച് തട്ടൊക്കെ അടിക്കാനുണ്ട്, സെറ്റാക്കി വരുന്നുള്ളൂ. ഇതിൻ്റെ പൂജാ റൂമിൻ്റെ സെറ്റ് വരുന്നത് മൊത്തം ഫോട്ടോ വരുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ല. പിന്നെ ഇത് വളച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രോ പോലെ കൊടുത്തിട്ടുണ്ട്. വളക്ക് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കുമ്പോൾ വിളിച്ചിട്ട് വയ്ക്കാതെ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോറിൽ CNC കട്ടിങ് ആട്ടോ ചെയ്തിരിക്കുന്നത്. ഗണപതിക്ക് ആയിട്ടുള്ളൊരു വൈബാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു TV യൂണിറ്റാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. ഇത് വരുന്നത് PVC ഷീറ്റ് തന്നെ കേട്ടോ. ഇതിൽ 4 ഫ്രെയിമിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം വുഡിൽ ചെയ്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അലുമിനിയം കൊണ്ട് വന്നതാണ് കാണുമ്പോൾ തോന്നില്ല. ആ രീതിയിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു തരാവുന്നതാണ്.